ചോദിച്ചത്, സത്യത്തിൽ കല്യാണം കഴിക്കണോ? എന്റെ വർക്ക് റിലേഷൻഷിപ്സ് പക്ഷെ എനിക്ക് എന്തായാലും ഓക്കെ അത്ര മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. എന്റെ വീട്ടില് ണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഹലോ, സോ വെൽക്കം ബാക്ക് ടു Q&A part 2. Yes, 2. അപ്പോൾ പാർട്ട് 1 Q&A എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് നല്ല റെസ്പോൺസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ പക്ഷെ പെട്ടെന്ന് നമുക്ക് അടുത്ത വീഡിയോ ഇടാൻ പറ്റില്ല. ഒന്ന് നോമ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടിട്ട് തന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. വീഡിയോ എടുക്കാനുള്ള ഒരു ടൈം ഗ്യാപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആക്ച്വലി ഫസ്റ്റ് പാർട്ടിൽ കുറെ കോമൺ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് അതിൽ കുറച്ചുകൂടെ ആഡ് ചെയ്യാറുണ്ട്. ലൈക്ക് കുറെ ക്വസ്റ്റ്യൻസ് അധികം വന്നിട്ടുണ്ട് നമുക്ക്. അപ്പോൾ അതൊന്ന് ക്ലിയർ ഔട്ട് ചെയ്യാനായിട്ടാണ് പാർട്ട് 2 കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വീട്ടിൽ സെയിം ഏജ് സീൻ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലില്ല. കാരണം 2017 തൊട്ട് എനിക്ക് ഫാത്തിമ അറിയാവുന്നതാണ്. ഞാൻ അന്ന് തൊട്ട് ഞാൻ ഇവരുമായിട്ട് കമ്പനിയുണ്ട്, വീട്ടുകാരായിട്ട് കമ്പനിയുണ്ട്, ഉമ്മയായിട്ട് കമ്പനിയുണ്ട്, സിബ്ലിങ്സ് ആയിട്ട് കമ്പനിയുണ്ട്. സോ അങ്ങനത്തെ ഒരു ഇഷ്യൂ എനിക്ക് ഉണ്ടായിട്ടില്ല. ആൻഡ് ലൈക്ക് നമ്മൾ ആ ഒരു റിലേഷൻ ഒരു കോൺസെപ്റ്റ് നമ്മൾ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ഓക്കെ, റിലേഷൻ അല്ല, ലൈക്ക് നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ്, അതായത് മാരേജ് എന്നൊരു കോൺസെപ്റ്റ് പരസ്പരം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തരി സ്പാർക്ക് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടില്ല. പക്ഷെ വിധി എങ്ങനെയൊക്കെയോ കൊണ്ട് രണ്ടിനെയും ഒരുമിച്ച് ഒരു വീട്ടിൽ കൊണ്ടാക്കിയിട്ടുണ്ട്. അത്ര മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. എന്റെ വീട്ടിൽ വേറെ പ്രശ്നമോ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഓൾറെഡി അറിയും, അങ്ങോട്ടും ഇങ്ങോട്ടും അറിയും. അതുകൊണ്ടിട്ട് തന്നെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. ഫസ്റ്റ് സൈറ്റ് പറയാമോ? ഫസ്റ്റ് സൈറ്റ് ഇങ്ങനെ പ്രത്യേകിച്ച് ഓർമ്മയില്ല. നോർമലി ഗ്രാജുവലി ഇങ്ങനെ നമ്മളങ്ങ് ഫ്രണ്ട്സ് ആയതാണ്. ആ ഫ്രണ്ട്ഷിപ്പ് നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്തതൊന്നുമല്ല, അതിങ്ങനെ ഓട്ടോമാറ്റിക്കലി വന്ന ഒരു സംഭവമാണ്. ഒരു ഫസ്റ്റ് സൈറ്റ് അങ്ങനത്തെ സംഭവം ഇല്ല. വീട്ടിൽ ചേട്ടൻ പറഞ്ഞപ്പോൾ ഉള്ള റിയാക്ഷൻ ആയിട്ടൊന്നുമില്ല. എന്റെ ഉമ്മക്ക് എന്നെ അറിയും. അതുപോലെ തന്നെ എന്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഉമ്മ പറഞ്ഞ് കഴിയിട്ട് സമയമാവട്ടെ, അപ്പം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം, നമുക്ക് നോക്കാം, പ്രശ്നമില്ല. മീൻസ് എന്താണ്, ഇപ്പൊ നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ടല്ല, ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ് അത് ഉള്ളത് അതുപോലെ തന്നെ അങ്ങ് പോയിക്കോട്ടെ. നമുക്ക് വലുതായി ജോലിയൊക്കെ ആയ ശേഷം എന്തെങ്കിലും ഇഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഇപ്പൊ നിങ്ങൾ എങ്ങനെയാണോ പോകുന്നത് അതുപോലെ തന്നെ പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. നല്ല പ്രശ്നമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെയിം ഏജ് ആയതുകൊണ്ട് അടിയൊക്കെ കൂടാറുണ്ടോ? കൂടാറുണ്ട്, നല്ല പോലെ കൂടാറുണ്ട്. ഇത് ഈ ഒരു സംഭവം ഇന്ന് ഈ മാരേജ് വരെ എത്തി നിൽക്കും എന്നുള്ളത് നമ്മുടെ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല. കാരണം ഇതിന് മുമ്പേ എന്നെ ഇത് വെട്ടി പിരിഞ്ഞ് പോകേണ്ട കേസാണ്. കാരണം നമുക്കിടയിൽ സംഭവം ഈ പറഞ്ഞ മാതിരി മറ്റേ റിലേഷൻ സംഭവം ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട്, പരസ്പരം അറിയും എന്നുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട്. പിന്നെ നോർമൽ നമ്മൾ രണ്ടുപേരും രണ്ട് ഇൻഡിവിജ്വൽസ് ആണ്. നമുക്ക് രണ്ടുപേർക്ക് നമ്മുടേതായ അഭിപ്രായങ്ങളുണ്ട്. മീൻസ് എന്റെ ഇഷ്ടങ്ങളും എന്റെ താല്പര്യങ്ങളും ഇവന്റെ നിന്ന് ഭയങ്കര വ്യത്യാസമാണ്. അതേമാതിരി എന്റെ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്റെ ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ നമുക്ക് രണ്ടുപേരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. എന്നിട്ട് നമ്മൾ ഇരുന്ന് അത് സോർട്ട് ഔട്ട് ചെയ്തിട്ട് രണ്ടുപേർക്കും പറ്റുന്ന എന്തെങ്കിലും ഒരു സാധനത്തിൽ നമ്മൾ ലാസ്റ്റ് വന്ന് ചേരും. നോർമൽ നല്ല രീതിക്ക് അടി ഉണ്ടാവും. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും അഭിപ്രായങ്ങൾ പറയാം. ഇപ്പൊ എനിക്ക് ഹേർട്ട് ആവുമെന്ന് അവന് നോക്കത്തില്ല, അവർക്ക് ഹേർട്ട് ആവുമെന്ന് ഞാൻ നോക്കത്തില്ല. പറയാനുള്ള നമ്മൾ ഡയറക്റ്റ് എന്ന് പറയും. അതിന്റെ കൂടെ തന്നെ ചോദിച്ചിട്ടുള്ളതാ. പിന്നെ അടി കൂടുമ്പോൾ ഒരാൾ വിട്ടുകൊടുക്കണം. സെയിം ഏജ് ആയതുകൊണ്ട് സെയിം മെച്യൂരിറ്റി ആകില്ലേ രണ്ടാൾക്കൊണ്ട്? അതായത് നമുക്ക് രണ്ടുപേരുടെ ഇടയിൽ അഭിപ്രായം പറഞ്ഞല്ലോ, നോർമലി അഭിപ്രായ വ്യത്യാസങ്ങൾ നോർമലി വരുന്നതാണ്. അപ്പൊ അതുകൊണ്ടിട്ട് തന്നെ നമ്മൾ രണ്ടുപേരും ഇപ്പം എന്റെ സൈഡിൽ തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അഡ്മിറ്റ് ചെയ്യും. എന്റെ സൈഡിൽ തെറ്റുണ്ടെങ്കിൽ ഞാൻ അഡ്മിറ്റ് ചെയ്യും. ഇവന്റെ സൈഡിൽ തെറ്റുണ്ടെങ്കിൽ അവനും അഡ്മിറ്റ് ചെയ്യും. അപ്പം അതോടെ നമ്മുടെ പ്രശ്നം തീരും. ഒരു നോർമലി ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കൂടിപ്പോയി. അതിനപ്പുറം നമ്മൾ തമ്മിൽ ഉള്ള പ്രശ്നങ്ങൾ എനിക്ക് ഉറക്കം മുഖ്യമാണ്. സോ എനിക്കത് പറ്റത്തില്ല. എനിക്കൊരു പ്രശ്നം വന്നാൽ അത് സോൾവ് ചെയ്ത് എനിക്ക് ഇവൻ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവൻ കിടന്നങ്ങ് ഉറങ്ങും. പക്ഷെ എനിക്കെന്ന് പറയുമ്പോൾ അതല്ല. എനിക്കൊരു പ്രശ്നം വന്നതിന് അത് സംസാരിച്ച് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി അതിനൊരു എന്തെങ്കിലും ഒരു തീർപ്പാക്കാണ്ട് എനിക്ക് സമാധാനം കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ഇവൻ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ഇവനെ ഞാൻ കുത്തി എഴുന്നേപ്പിച്ച് അടി ഉണ്ടാക്കി സംസാരം ഉണ്ടാക്കി ബഹളം ഉണ്ടാക്കി വീണ്ടും അവിടെ പ്രശ്നം വശമാക്കും. ഇത് കല്യാണത്തിന് ശേഷം, കല്യാണത്തിന് മുമ്പ് എനിക്ക് സംസാരിച്ച് എനിക്ക് കാര്യം ക്ലിയർ ആയി കഴിഞ്ഞാൽ എനിക്ക് അഭിനയിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞു. എന്റെ മനസ്സിനകത്ത് കിടന്ന് എനിക്കത് ഉറക്കം മാത്രമല്ല സമാധാനവും വേണം. ഞാൻ കല്യാണത്തിന്റെ തലേ ദിവസം വരെ ഇവനെ ഞാൻ വിളിച്ച് ചോദിച്ചു, എടാ സത്യത്തിൽ കല്യാണം കഴിക്കണോ, അത് ഓക്കെ ആണോ, എനിക്ക് മീൻസ് ഇത് സീരിയസ് ആയിട്ടാണോ, നമ്മൾ കല്യാണം കുട്ടികളിയല്ല, കല്യാണം കഴിക്കണോ കെട്ടണോ ചോദിച്ചിട്ടുണ്ടായിരുന്നു.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇക്കാക്ക് ഇത്താനെ നേരത്തെ മുതൽ ഇഷ്ടമായിരുന്നോ? അല്ല. അല്ല. അങ്ങനത്തെ ഒരു സംഭവമേ ഉണ്ടായിരുന്നില്ല. നമ്മുടെ ലൈഫിൽ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഹൂ ഈസ് ഷോർട്ട് ടെമ്പർ? ഞാനാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. എന്നാ പറയാൻ എനിക്ക് പറ്റില്ല. പെട്ടെന്ന് ദേഷ്യം വരുന്നില്ല. ഒരു കാരണമല്ലാണ്ട് ചോറ് എടുക്കുന്ന എനിക്ക് ചോറ് എടുക്കുന്ന ടീം ഇതാണ്. പക്ഷെ എനിക്ക് എന്തെങ്കിലും ഹേർട്ട് ആയി കഴിഞ്ഞാൽ ഓക്കെ, എനിക്ക് എന്തെങ്കിലും ഹേർട്ട് ആയി കഴിഞ്ഞാൽ ഞാനത് പറയും. പക്ഷെ ഷോർട്ട് ടേം വേർഡ് അല്ല, ഞാൻ മാക്സിമം കൺട്രോൾ ചെയ്യും. കൺട്രോൾ ചെയ്യത്തില്ല. എനി ചൈൽഡ്ഹുഡ് റിലേഷൻഷിപ്പ്. നല്ല കോൺസെപ്റ്റ്, നല്ല ക്വസ്റ്റ്യൻ. എനി ചൈൽഡ്ഹുഡ് റിലേഷൻഷിപ്പ്. രണ്ട് പേർക്ക് റിലേഷൻഷിപ്സ് ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഓരോരുത്തർ കാര്യം ഓരോരുത്തർ തലക്കി നടക്കുന്നു, എന്നെ കൊണ്ട് വിളിപ്പിക്കുന്നു, അങ്ങനെ കുറെ ആയിരുന്നു. അത് കണ്ടിട്ട് രണ്ടു പേർക്ക് റിലേഷൻഷിപ്സ് ഉണ്ടായിട്ടുണ്ട്. രണ്ടുപേർക്ക് നോർമലാണ്. പ്രായത്തിൽ എന്താ റിലേഷൻഷിപ്പ് ഉണ്ടാവും. പിന്നെ വേറൊരു സംഭവമുണ്ട്. ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷനിൽ ഫാത്തിമ പാസ് ആയിട്ടുണ്ട്. ടെൻഷൻ അടിച്ച് വീഡിയോ എടുത്തു കേട്ടോ. നമുക്ക് പ്രാക്ടീസ് ലോയർ ആയിട്ടില്ലെങ്കിൽ അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ എയ്ബ് എന്ന് പറയുന്ന എക്സാം ഉണ്ട്. നമ്മൾ പാസ്സായിട്ട് 2 വർഷത്തിനകത്ത് നമ്മൾ എക്സാം എഴുതണം. അപ്പം ആ എക്സാം പാസ്സായി. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ഈസ് മോർ കെയറിംഗ് പേഴ്സൺ? അങ്ങനെ കംപ്ലീറ്റ് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എനിക്ക്. ഞാനാണെന്ന് ഒരിക്കലും പറയേണ്ട ആവശ്യമില്ല. എനിക്ക് ഞാൻ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ പറയാൻ പറ്റും. ഒരു പണിമുന്നിൽ ഞാനായിട്ടെന്ന് പറയാൻ പറ്റും എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, 60-40 വരത്തുള്ളൂ. കുറച്ച് പെയ്ഡ് പ്രൊമോഷൻ ആണ്. ഇത് പെയ്ഡാണ്. ഫേവറേറ്റ് കളർ അങ്ങനെ ഈ ഫേവറേറ്റ് കളർ എനിക്കില്ല. എനിക്കും അങ്ങനെ പ്രത്യേകിച്ച് അഡ്വക്കേറ്റ് ആയിരുന്നു ബ്ലാക്ക് വൈറ്റും ഇഷ്ടമാണ്. വാട്ട് അബൌട്ട് ഫ്യൂച്ചർ പ്ലാൻ? ഫ്യൂച്ചർ പ്ലാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. വരുന്നത് സ്വീകരിക്കാൻ മുന്നോട്ട് പോവുക, നല്ല രീതിക്ക് സന്തോഷം അത് അച്ചീവ് പറ്റുമെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആവുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആവും, ഇല്ലെന്നുണ്ടെങ്കിൽ ആവും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഹാപ്പിയായി പോകും, പരസ്പരം ഹാപ്പിയാണ്. അതുകൊണ്ടിട്ട് അങ്ങനെ പോകുമായിരിക്കും. ഫേവറേറ്റ് പ്ലേസ്? ഫേവറേറ്റ് പ്ലേസ് ഹോം, ബെഡ്, കിടന്നുറങ്ങുക, സമാധാനം. എനിക്ക് ഫേവറേറ്റ് പ്ലേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഓസ്ട്രേലിയ, സെക്കൻഡ് എനിക്ക് കിടന്നുറങ്ങുക, എനിക്ക് ബെഡ്, പിന്നെ ഓസ്ട്രേലിയ. ഇത് വേഗം വാ. ഇതാണ് നമ്മളെ തക്കറപ്പിക്കൂ. വീഡിയോ കിടയിൽ വന്ന ഒരു അതിഥി. ഇതാണ് നമ്മളെ ഇത് നാച്ചു ഇത്താമാരുടെ കുട്ടികളാണ്. ഇത്താര മൂത്ത ഇത്താര രണ്ട് കുട്ടികൾ. സോ വെൽക്കം ബാക്ക്. ഇത്താരുടെ മക്കൾ വന്നിട്ടുണ്ടായിരുന്നു. 2 പീക്കറുകൾ വന്നു. പിന്നെ അൺഫോർച്ചുനേറ്റ്ലി കറണ്ട് പോയി. അപ്പോൾ എടുക്കാൻ പറ്റുന്നില്ല. സോ നമുക്ക് പറ്റുന്നില്ല. വീഡിയോയിൽ പിന്നെ പോകാം. ഓക്കെ, നമ്മളത്തെ പറയുമ്പോൾ ഫാത്തിമ എന്താ റിയാക്ഷൻ? എനിക്കത് ഈ ചെറുക്കൻ എന്താ വട്ടുണ്ടായിരുന്നു ആദ്യം എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ടായിരുന്നു. കല്യാണം കാര്യം സത്യത്തിൽ ഇവ വന്നിങ്ങനെ മലത്ത് പറഞ്ഞപ്പോൾ ഞാനും പ്രതീക്ഷിക്കാനല്ലോ. പിന്നെ പ്രതീക്ഷിക്കാൻ എന്തായിരുന്നു അത് ഞാൻ കാര്യം പറഞ്ഞപ്പോൾ അങ്ങനെ അപ്പൊ അങ്ങനെയായിരുന്നു. പിന്നെ കല്യാണമൊക്കെ ഉറപ്പിച്ച് കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ നമ്മൾ കല്യാണം പെട്ടെന്ന് ഉറപ്പിക്കുന്നുണ്ടായിരുന്നു. ഉറപ്പിച്ച് പിന്നെ എൻഗേജ്മെന്റ് സെറ്റപ്പ് അങ്ങനത്തെ അതൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു ചെറിയൊരു വീട്ടില് ഇത്തമാരും ഹസ്ബൻഡും മക്കളുമായിട്ട് വന്നു. എനിക്ക് ജസ്റ്റ് ഒരു റിംഗ് കിട്ടും, അതുപോലെ തിരിച്ചു പോകും. അല്ലാണ്ട് വേറെ ഫംഗ്ഷൻ ആയിട്ട് അതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ എനിക്കിങ്ങനെ കല്യാണം എടുക്കുന്നതോറും മറ്റേ ഡേറ്റ് ആകുമ്പോഴും എനിക്ക് മറ്റേ ഇത് സത്യത്തിൽ റിയൽ ആണോ എന്നൊക്കെ ഒരു തോട്ടായിരുന്നു. എന്നിട്ട് ഞാൻ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ 2 പേരിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സ് എന്താണ്? ഓൾറെഡി പറഞ്ഞു തോന്നുന്നു. പക്ഷെ നല്ലൊരു മോനാണ്. സെയിം ഏജ് ആണോ? 6 months ഡിഫറൻസ് ഉണ്ട്. ആക്ച്വലി നിങ്ങളുടെ സ്റ്റോറി എന്റെ മക്കളെ പക്ഷെ എന്റെ മക്കളെ 10-26 വയസ്സായി. പ്രായമുണ്ട്, പ്രായമില്ലാന്ന് പറയാൻ പറ്റത്തില്ല. മാമിയാണ്, 3 പിള്ളേരുടെ മാമിയാണ്. അപ്പൊ എന്തായാലും പ്രായമുണ്ട്. നിങ്ങൾ എവിടെയാണ് പ്ലേസ്? ട്രിവാൻഡ്രം.
രണ്ടാളുടെയും ഡ്രീം എന്തായിരുന്നു? എൻ്റെ ഡ്രീം എന്ന് പറയുന്നത് എന്താണ്, LLB എടുക്കുക. ദാറ്റ് ഇസ് മൈ ചൈൽഡ്ഹുഡ് ഡ്രീം. അപ്പം LLB എടുക്കുക, അഡ്വക്കേറ്റ് ആവുക. അത് ഞാൻ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. പിന്നെ എൻ്റെ ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഹാപ്പി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുക. എൻ്റെ കുട്ടീൻ്റെ ഡ്രീംസ് അച്ചീവ് ഇതുവരെയും ചെയ്തിട്ടില്ല. അപ്പോൾ അവൻ്റെ കൂടെ അതിന് സപ്പോർട്ടായിട്ട് നിൽക്കുക. എനിക്ക് ഇങ്ങനെ എടുത്തു പറയാനായിട്ടൊരു ഡ്രീം എന്ന് പറയാൻ എനിക്ക് ഇതുവരെയ്ക്കും ഉണ്ടായിട്ടില്ല. പിന്നെ നല്ലൊരു ജോബ്, അതായത് ഇൻഡിപെൻഡന്റ് ആവുക, ഫിനാൻഷ്യലി അല്ലാണ്ടും ഇൻഡിപെൻഡന്റ് ആവുക. അപ്പം ഇൻഡിപെൻഡന്റ്, വി ആർ ഇൻ എ സ്ട്രഗ്ലിംഗ് സ്റ്റേജ്. രണ്ടുപേരും ഫസ്റ്റ് ഫേസ് ഓഫ് സ്ട്രഗ്ലിംഗ് സ്റ്റേജ് ആണ്. അപ്പം ഒരുമിച്ച് നമ്മൾ സ്ട്രഗിൾ ചെയ്ത് ഒരുമിച്ച് നമ്മൾ സക്സസ് ആയി ആ പ്രോസസ്സിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാൻ നെക്സ്റ്റ് വരുന്നത് ഫാത്തിമ തന്റെ ക്വാളിറ്റീസ് എന്താണ് ഹനീഫ് കാണുന്നത്? ഫാത്തിമ താത്തന്റെ ക്വാളിറ്റീസ് എന്താണ് ഹനീഫ് കാണുന്നത്? ലൈക്ക് നല്ലൊരു പേഴ്സണാലിറ്റി ഉള്ള കുട്ടിയാണ്, എല്ലാത്തിനും നല്ല സപ്പോർട്ടാണ്. എൻ്റെ ഏത് ഡിസിഷൻ എടുത്താലും അതിന് എല്ലാത്തിനും ഒരു ശരിയുണ്ടെങ്കിലും അത് ജെന്യൂനായിട്ട് പറയുന്ന ഒരു വ്യക്തിയാണ്. സോ ഇതാണ് ഗുഡ് ക്വാളിറ്റീസ്. കറണ്ട് പോയിട്ടുണ്ട്. അപ്പം ഗൈസ്, ഈ പോക്ക് ഇങ്ങനെയാണെങ്കിൽ ഇതിപ്പോൾ 3-4 സ്റ്റെപ്പായി കറണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സോ വി തിങ്ക് ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ്. കാര്യം ഇതിങ്ങനെ കറണ്ട് പോയിക്കൊണ്ടിരുന്നാക്കുന്ന ഒരു ഐഡിയ ഇല്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. ഇനിയും ക്വസ്റ്റ്യൻസ് നമ്മൾ പിന്നെ എപ്പോഴെങ്കിലൊക്കെ റിപ്ലൈ തരാം. പിന്നെ ലവ് സ്റ്റോറി നമ്മൾ പറയാം. ലവ് സ്റ്റോറി ആയിട്ട് നമുക്കില്ല, പിന്നെ എന്നാലും നമ്മൾ കോളേജും കാര്യങ്ങളൊക്കെ കാണിച്ചത് നിങ്ങൾക്കൊരു എന്താണ്, നിങ്ങൾക്ക് വേണ്ടി നമ്മൾ അത് റീക്രിയേറ്റ് ചെയ്ത് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട്. പിന്നെ സൺഡേ ഞാൻ ഫ്രീ ആവുമ്പോൾ ബട്ട് നമ്മൾ മാക്സിമം നോക്കാം. പിന്നെ കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. കുറെ പേരൊക്കെ മെൻഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മക്കളെ പേരൊന്നും കാണുന്നില്ല. എല്ലാവരുടെ താങ്ക് യു സോ മച്ച്. എല്ലാവരുടെ പേരും നമ്മൾ വീണ്ടും പറയാം. വീണ്ടും എപ്പോഴെങ്കിലൊക്കെ കാണാം.